വി.എസ്. അച്യുതാനന്ദനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണമെന്ന ആലപ്പുഴ സമ്മേളനത്തിലെ ചർച്ച വിവാദമായിരിക്കെ ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ വി.എസ്. അനുസ്മരണ യോഗത്തിൽ ഉദ്ഘാടകനായി എം സ്വരാജ്. CPM-ലെ നിരവധി മുതിർന്ന നേതാക്കൾ വി.എസിനെതിരെ ആലപ്പുഴ സമ്മേളനത്തിൽ അധിക്ഷേപമുണ്ടായെന്ന തുറന്നു പറച്ചിലുമായി മുന്നോട്ട് വരുമ്പോൾ അതിനെ നിഷേധിക്കുകയാണ് പാർട്ടി നേതൃത്വം. ഇതിനിടെയാണ് ആരോപണ വിധേയം തന്നെ വി.എസ്. അനുസ്മരണത്തിൽ ഉദ്ഘാടകനായി എത്തുന്നത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, വി.എസിനെ ആരാണോ അവഹേളിച്ചത്, അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത്, ആ വ്യക്തിയെ തന്നെ അനുസ്മരണ സമ്മേളനത്തിൽ ഉദ്ഘാടകനായി ക്ഷണിച്ചതിലൂടെ വീണ്ടും വി.എസിനെ അപമാനിക്കുന്ന, അവഹേളിക്കുന്ന സമീപനമാണ് പാർട്ടി സ്വീകരിക്കുന്നത് എന്നുള്ള അധിക്ഷേപം തന്നെയാണോ ഉയരുന്നത്? KP സുരേഷ്, അങ്ങനെ തന്നെയാണ്. 2012 തിരുവനന്തപുരത്ത് നടന്ന സമ്മേളനത്തിൽ വി.എസിനെതിരെ ഇത്തരം ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വേണം എന്ന ആവശ്യം ഉന്നയിച്ചതായി കഴിഞ്ഞ ദിവസം തന്നെ പിരപ്പങ്കോട് മുരളി അടക്കം പരസ്യമായി പറഞ്ഞത് സ്വരാജിനെ ഉന്നം വെച്ചുകൊണ്ടായിരുന്നു. അതിനുശേഷമാണ് 2015 സമ്മേളനത്തിലും സമാനമായ ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിൽ മനം മടുത്താണ് വി.എസ്. സമ്മേളനത്തിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയതെന്ന പരാമർശവും സുരേഷ് കുറുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇത്തരം വിവാദം വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വി.എസ്. അനുസ്മരണത്തിന് എം സ്വരാജിനെ തന്നെ എത്തിക്കുന്നത്. കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വി.എസ്. അനുസ്മരണത്തിനാണ് സ്വരാജ് ഉദ്ഘാടകനാകുന്നത്. അത് വി.എസിൻ്റെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്ന ആക്ഷേപം തന്നെയാണ് ഉയരുന്നത്. ഇത്തരത്തിലൊരു അനുസ്മരണ യോഗം സംഘടിപ്പിക്കുന്നതിൽ ഭേദം ആ ഒരു പരിപാടിയെ ഒഴിവാക്കുകയായിരുന്നു എന്ന തരത്തിലാണ് പല പാർട്ടി പ്രവർത്തകരും ഇല്ലെങ്കിൽ വി.എസിനെ സ്നേഹിക്കുന്നവരൊക്കെ തന്നെ പറയുന്നത്. നമുക്കറിയാം, ആലപ്പുഴ ജില്ല വി.എസിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അത്തരം കേന്ദ്രത്തിൽ മാരാരിക്കുളത്തെ തോൽവി ഉൾപ്പെടെ പിണഞ്ഞ ആ മേഖല ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് കഞ്ഞിക്കുഴി. ആ കഞ്ഞിക്കുഴിയിലാണ് ഇപ്പോൾ വീണ്ടും വി.എസിനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ എം സ്വരാജ് ഉദ്ഘാടകനായി വി.എസ്. അനുസ്മരണം സംഘടിപ്പിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള ആക്ഷേപത്തിന് ഇടയാക്കുന്നു എന്നത് തന്നെയാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ അത് ചർച്ചയാവുന്നുണ്ടെന്നാൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലും ഒന്നും തന്നെ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്താലും അത് മുന്നോട്ട് പോകില്ല. കാരണം ഔദ്യോഗിക പക്ഷത്തിന് വലിയ മേൽക്കൈയുള്ള ജില്ലയാണ് ഇപ്പോൾ ആലപ്പുഴ. അതോടൊപ്പം തന്നെ ഇത്തരം ഒരു പരിപാടി നടത്തുമ്പോൾ അതിന് ആര് ഉദ്ഘാടകനാകണം, അത് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നാണ് പ്രതിനിധികളെ കൊടുക്കുന്നത്. അപ്പോൾ ബോധപൂർവം സംസ്ഥാന കമ്മിറ്റി ഇത്തരത്തിൽ എം സ്വരാജിനെ ഇവിടെ ഉദ്ഘാടകനാക്കിക്കൊണ്ട് വി.എസിനെ ഒരു തരത്തിൽ അധിക്ഷേപിക്കുക, അതല്ലെങ്കിൽ ഇപ്പോൾ കത്തി നിൽക്കുന്ന ഈ വിവാദത്തിന് ഏതെങ്കിലും തരത്തിൽ തടയിടാനുള്ള ഒരു ശ്രമമാണ് CPM-ൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിൽ ഏറ്റവും രസകരമായി പറയാവുന്നൊരു സംഭവം, വി.എസ്. മരണപ്പെട്ട് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി അവിടെ നടന്ന അനുസ്മരണ യോഗത്തിൽ പോലും മുതിർന്ന CPM പ്രവർത്തകനായ ഇപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റിയിൽ മാത്രമുള്ള G. സുധാകരനെ പോലെയുള്ളവരെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നു. ഇതേ സാഹചര്യത്തിൽ വി.എസിനെ അധിക്ഷേപിച്ചവർ ഉദ്ഘാടകരായി ആലപ്പുഴയിലേക്ക് വരുന്നു. ഇത്തരത്തിൽ തലതിരിഞ്ഞ ഒരു സമീപനമാണ് പാർട്ടി സ്വീകരിക്കുന്നത് എന്ന ആക്ഷേപം തന്നെയാണ്. അവഗണിക്കേണ്ടവരെ അവഗണിച്ച് നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക, മറ്റുള്ളവരെ വെള്ള പൂശുന്നതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ CPM-ൽ നടക്കുന്നത്. ഇതിൽ വി.എസിനെ സ്നേഹിക്കുന്നവരുടെ ഭാഗത്ത് വലിയ അമർഷം തന്നെയാണ് നിലനിൽക്കുന്നതും. KP. യെസ്.